ഹലോ മക്കളെ, നീറ്റ് എക്സാമിന് പോകുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ പറയുന്നത്. മെയിൻ ആയിട്ട് നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ ഡ്രസ് കോഡിലാണ്. ഇപ്പൊ ബോയ്സിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ സ്ട്രൈപ്ഡ് ആയിട്ടുള്ള ഷർട്ട്സ്, കോളർ ഉള്ള ഷർട്ട്സ്, അതുപോലെ തന്നെ പ്രിന്റഡ് ആയിട്ടുള്ള ടീഷർട്ട്സ് ഇതൊന്നും തന്നെ അലൗ ചെയ്യുന്നതല്ല. നിങ്ങൾക്ക് അതിന് പകരം ബ്ലാക്ക് കളർ ഒഴികെയുള്ള ലൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള വർക്കിലുള്ള ടീഷർട്ട്സ്, അതുപോലെ തന്നെ ഫുൾ സ്ലീവ്ഡ് അല്ലാത്തുള്ള ടീഷർട്ട്സ് കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ ബോയ്സിന്റെ കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ ഷൂസ്, അതുപോലെ തന്നെ മൾട്ടി സ്ട്രാപ്പഡ് ആയിട്ടുള്ള ചപ്പൽസ് ഇതൊന്നും തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഗേൾസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്ക് ചുരിദാസ് നമുക്ക് അലോട്ടഡ് ആണ്. അതുപോലെ തന്നെ ഫ്ലീറ്റഡ് ആയിട്ടുള്ള ഡ്രസ്സുകൾ, ഫ്ലയേർഡ് ആയിട്ടുള്ള ഡ്രസ്സുകൾ, ഹെവി മെറ്റൽ വർക്ക്സ്, അതുപോലെ തന്നെ ഹെവി വർക്ക്, ഹെവി പ്രിന്റഡ് വർക്ക്സ് വരുന്ന ചുരിദാർസ് ആൻഡ് മെറ്റീരിയൽസ് നിങ്ങൾ പരമാവധി ഒഴിവാക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ ബ്രേസ്ലെറ്റ്, വാച്ചസ്, റിങ്സ്, അതുപോലെ തന്നെ ഇയറിങ്സ്, മാലകള് ഇതൊക്കെ നമ്മൾ എന്തായാലും അഴിച്ചു വെക്കണം. അതുപോലെ തന്നെ ഹെയർ സ്ലേറ്റ്സും അതുപോലെ ഹെയർ ബോസും ഒക്കെ ഒഴിവാക്കുക. ഹെയർ ടൈസ് മാത്രം നിങ്ങൾ യൂസ് ചെയ്യുക. ബുർക്ക അല്ലെങ്കിൽ പർദ്ദ ഇടുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ 2 hours മുന്നേ തന്നെ നിങ്ങളുടെ അലോട്ടഡ് എക്സാം സെന്ററിൽ എത്തിച്ചേരേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ടീത്ത് ബ്രേസസ്, അതുപോലെ തന്നെ നിങ്ങളുടെ സ്പെക്സ് അതിനൊന്നും യാതൊരു പ്രശ്നമില്ല. അതുപോലെ നിങ്ങൾ മെറ്റൽസ് ഇംപ്ലാന്റ് ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ, അതായത് എന്തെങ്കിലും രീതിയിലുള്ള സർജറി ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അതിന്റെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് നിങ്ങൾ എന്തായാലും അവിടെ സബ്മിറ്റ് ചെയ്യണം. പിന്നെ എല്ലാ കുട്ടികളും എന്തായാലും 1 hour മുന്നേ തന്നെ നിങ്ങളുടെ അലോട്ടഡ് എക്സാം സെന്ററിൽ എത്തിച്ചേരേണ്ടതാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണം. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, ഇത്ര കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഓൾ ദി ബെസ്റ്റ്.